കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജിതിൻ ഭാസ്കർ തന്നെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. രാഹുൽ കെ വീണ്ടും വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണല്ലോ. എപ്പോഴാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുക? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ജിതിൻ ഭാസ്കർ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്നാണല്ലോ. മോത്തി, ഗുഡ് മോർണിംഗ്. അതെ, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഏതാണെന്ന ചോദ്യമാണ് ഇത്രയും കാലം ഉയർന്നു വന്നത്. അതിനുള്ള ഉത്തരം അറസ്റ്റിലായ ജിതിൻ ഭാസ്കർ തന്നെയാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അദ്ദേഹം തന്നെ ഫോണിൽ ഇങ്ങനെ ഒരു വിവാദമാകുന്ന സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു. അതിനുശേഷം ഫോൺ റീസെറ്റ് ചെയ്തു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായി ഈ കാലയളവിൽ തന്നെ ജിതിൻ ഭാസ്കർ ഈ കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫോൺ റീസെറ്റ് ചെയ്തു എന്നാണ് അന്വേഷണ സംഘം നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ഫോറൻസിക് ലാബിൽ നിന്ന് ലഭ്യമാകുന്നതോടുകൂടി ഇത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. കഴിഞ്ഞ ദിവസം ജിതിൻ ഭാസ്കറിനെ 2 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം കേസിലെ പരാതിക്കാരനെ ഉൾപ്പെടെ, അതൊരു CPM നേതാവാണ്, C. ഭാസ്കരൻ മാസ്റ്റർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹത്തെയൊക്കെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടുകയുമൊക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് SIT പറയുന്നത്. അതിനുശേഷം ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ജിതിൻ ഭാസ്കർ നൽകിയ ജാമ്യാപേക്ഷ വടകര കോടതി പരിഗണിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ, ഈ കണ്ടെത്തലുകൾ ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതായുണ്ട്. പക്ഷേ പ്രാഥമികമായി ജിതിൻ ഭാസ്കർ തന്നെയാണ് ഇതിന്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം എതിർക്കുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതടക്കം നടപടികളിലേക്കും അന്വേഷണ സംഘം വരും മണിക്കൂറുകളിൽ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊപ്പം തന്നെ വളരെ രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾ SITക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം CPM വടകര കോഴിക്കോട് റൂറൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. CPM DYFI പ്രവർത്തകരെ അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തുന്നു, കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മുൻ സർക്കാരിന്റെ കാലത്ത് അന്വേഷിച്ച കേസാണ്. ഭരണം മാറിയ സമയത്ത് പ്രതികാര നടപടി എന്ന വണ്ണം കേസുകൾ ചികഞ്ഞെടുത്ത് അന്വേഷിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത് എന്നടക്കം മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെയും, സ്ഥലം വടകര MP എന്ന UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്. തൊട്ടടുത്ത മണ്ഡല കുറ്റ്യാടിയിൽ നിന്നുള്ള MLA പാറക്കൽ അബ്ദുള്ളയും വേണമെങ്കിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പാർട്ടി തീരുമാനിച്ചാൽ അങ്ങനെ തടയാൻ ഉള്ള ശേഷി CPM ഉണ്ടെന്ന് കൂടിയാണ് ജില്ലാ സെക്രട്ടറി എന്ന് പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് SITയുടെ അന്വേഷണം ഇങ്ങനെ നടക്കുന്നു, മറുഭാഗത്ത് രാഷ്ട്രീയ വിമർശനങ്ങൾ, പ്രത്യാരോപണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടന്നും വരുന്നുണ്ട്.